അനന്തമായ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ചിലത് ആകാശത്ത് വെളിച്ചം വിതറാൻ മാത്രമുള്ളവയാണ്. എന്നാൽ മറ്റു ചിലവ മനുഷ്യന്റെ വിധിയെയും സ്വഭാവത്തെയും ഒരു മാന്ത്രികനെ പോലെ നിയന്ത്രിക്കുന്നവയാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളുടെ നിരയിൽ 13ാമനായ അത്തം അത്തരത്തിലൊന്നാണ്. അത്തം 10-ന് പൊന്നോണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഐശ്വര്യത്തിന്റെ ഒരു ചിത്രം തെളിയുമെങ്കിലും ആ ആട്ടവിളക്കിന്റെ വെളിച്ചത്തിൽ നാം കാണാതെ പോകുന്ന വലിയൊരു നിഗൂഢത ഈ നക്ഷത്രത്തിന്റെ പിന്നിലുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപൊരു കാര്യം. ഈ ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത് ജന്മനക്ഷത്രങ്ങളുടെ ജ്യോതിഷശാസ്ത്രപരമായ സ്വഭാവ സവിശേഷതകളും ജീവിത വിജയത്തിനു വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളും അടങ്ങിയ വീഡിയോകളാണ്. നിങ്ങളുടെ ജന്മനക്ഷത്ര രഹസ്യവും ദോഷപരിഹാര മാർഗങ്ങൾക്കും വേണ്ടിയുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് അത്തം നക്ഷത്രക്കാരെ വ്യത്യസ്തരാക്കുന്നത്? ലോകം ഇന്നുവരെ ചർച്ച ചെയ്യാത്ത ജ്യോതിഷ ഗ്രന്ഥങ്ങളുടെ ഏടുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണിത്. അവരുടെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്ര. അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു കൈപ്പത്തിയാണ്. വെറുമൊരു കൈപ്പത്തിയല്ല ഇത്. വിടർത്തുമ്പോൾ അത് അനുഗ്രഹത്തിന്റെയും ദാനത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ മടക്കുമ്പോൾ അത് അധികാരത്തിന്റെയും തന്ത്രത്തിന്റെയും മുഷ്ടിയായി മാറുന്നു. തന്റെ വിധി സ്വന്തം കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ എന്നു പറയാറുണ്ട്. ഇവരുടെ അധിദേവത സവിതാവാണ്. സൂര്യന്റെ ചൈതന്യമാണ് സവിതാവ്. പുരാണങ്ങളിൽ സവിതാവിന്റെ കൈകൾ മുറിക്കപ്പെട്ടപ്പോൾ പകരം ലഭിച്ചത് സ്വർണ്ണ കൈകളാണ്. അതുകൊണ്ടുതന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി പ്രകൃതിദത്തമായി തന്നെ ലഭിച്ചവരാണ്. കലയിലായാലും കച്ചവടത്തിലായാലും വൈദ്യശാസ്ത്രത്തിലായാലും ഇവരുടെ വിരലുകൾ ചലിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ അപൂർവത അത്തത്തിനുണ്ട്. വികാരങ്ങളുടെ അധിപനായ ചന്ദ്രനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രം നിലകൊള്ളുന്നത് ബുദ്ധിയുടെയും യുക്തിയുടെയും അധിപനായ ബുധന്റെ കന്നി രാശിയിലാണ്. മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അത്തം നക്ഷത്രക്കാരെ ലോകത്തെ ഏറ്റവും വലിയ തന്ത്രശാലികളാക്കുന്നത്. പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഇവരുടെ ഉള്ളിൽ ഒരു വലിയ സമുദ്രം തന്നെ ഇരമ്പുന്നുണ്ടാകും. ആരുടെയും കണ്ണിൽപ്പെടാതെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ഇവർക്കുള്ള കഴിവ് അസാമാന്യമാണ്. പക്ഷേ ഈ തിളക്കത്തിനു പിന്നിൽ ഒരു ഇരുണ്ട വശമുണ്ടോ? ആരും പറയാത്ത ചില സ്വഭാവ രഹസ്യങ്ങൾ ഇവരെ വേട്ടയാടാറുണ്ടോ? അത്തം നക്ഷത്രക്കാരെ പലപ്പോഴും ചൗര്യഗുണമുള്ളവർ എന്ന് പഴമക്കാർ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം? അവർ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരാണെന്നാണോ? ഒരിക്കലുമല്ല. കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ നേടാനുള്ള അവരുടെ കൗശലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു മജീഷ്യൻ തന്റെ കൈവേഗത കൊണ്ട് ആളുകളെ അമ്പരപ്പിക്കുന്നതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ട് അവർ അതിജീവിക്കുന്നു. ഇവരുടെ വാക്കുകൾക്ക് തേനിന്റെ മാധുര്യവും വാളിന്റെ മൂർച്ചയുമുണ്ടാകും. തമാശകൾക്കിടയിൽ ഇവർ ഒഴിപ്പിച്ചു വയ്ക്കുന്ന ചില സത്യങ്ങൾ കേൾക്കുന്നവരുടെ ഉള്ളു പൊള്ളിക്കുന്നവയായിരിക്കും. അത്തം നക്ഷത്രക്കാരുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ആ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകൾ അവർ ആർക്കും വായിക്കാൻ കൊടുക്കാറില്ല എന്നതാണ് സത്യം. സമ്പത്തും വിജയവും തേടിവരുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രണയവും ദാമ്പത്യവും എങ്ങനെയായിരിക്കും? അവർ എന്തിനാണ് എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്? വിശ്വസിച്ചവരെ ചതിക്കാത്ത, എന്നാൽ ചതിക്കുന്നവരെ പാഠം പഠിപ്പിക്കുന്ന അത്തം നക്ഷത്രക്കാരുടെ അറിയാക്കഥകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആത്മീയതയും ലൗകികതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്ക് ഊളിയിടാം. അത്തം നക്ഷത്രക്കാർ പോലും തിരിച്ചറിയാത്ത അവരുടെ ഉള്ളിലെ ആ വലിയ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാം. നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് നിങ്ങളുടെ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തം നക്ഷത്രത്തിന്റെ ഈ ചൈത്രയാത്ര നിങ്ങളെ അത്ഭുതപ്പെടുത്തും. തീർച്ച. സൂര്യന്റെ മറ്റൊരു ഭാവമാണ് സവിതാവ്. ഉദയത്തിനു മുൻപുള്ള പ്രകാശത്തെയും പ്രപഞ്ചത്തിന് ഉണർവ് നൽകുന്ന ചൈതന്യത്തെയുമാണ് സവിതാവ് പ്രതിനിധീകരിക്കുന്നത്. പ്രശസ്തമായ ഗായത്രി മന്ത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ സവിതാവിനാണ്. പുരാണങ്ങളിൽ സവിതാവിനെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ദക്ഷയാഗത്തിനിടയിലുണ്ടായ ഒരു സംഘർഷത്തിൽ സവിതാവിന്റെ കൈകൾ മുറിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന് സ്വർണ്ണ കൈകൾ ലഭിച്ചു. അത്തം നക്ഷത്രക്കാർക്ക് മികച്ച കലകളിലും കരകൗശല വിദ്യകളിലും വൈദ്യശാസ്ത്രത്തിലുമുള്ള അസാമാന്യ കഴിവ് ഈ സ്വർണ്ണ കൈകളുടെ സ്വാധീനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് ഇവരിലുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് മികച്ച ഹാസ്യബോധമുണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇവരുടെ തമാശകൾ മൂർച്ചയുള്ള പരിഹാസങ്ങളായി മാറാറുണ്ട്. ശത്രുവിനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. രോഗശാന്തി നൽകുന്ന കൈകളാണ് ഇവരുടേത്. പല മികച്ച ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും അത്തം നക്ഷത്രക്കാരാണ്.
മരുന്നുകളേക്കാൾ ഇവരുടെ സാമീപ്യവും സംസാരവും രോഗികൾക്ക് ആശ്വാസം നൽകുന്നു. പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അത്തം നക്ഷത്രത്തെ ചൗര്യഗുണവുമായി ബന്ധപ്പെടുത്താറുണ്ട്. ഇതിനർത്ഥം ഇവർ കള്ളന്മാരെന്നല്ല, മറിച്ച് മറ്റൊരാൾ അറിയാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇവരുടെ മിടുക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യവും നേരിട്ട് പറയുന്നതിനേക്കാൾ വളഞ്ഞ വഴിയിലൂടെ നേടാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടാകും. പുറമേ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ അത്തം നക്ഷത്രക്കാരെ വേട്ടയാടാറുണ്ട്. എല്ലാം കൈവിട്ടു പോകുമോ എന്ന ഭയം ഇവരെ കഠിനാധ്വാനികളാക്കുന്നു. ഇവർ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നവരാണ്. ഏതു പ്രതിസന്ധിയിലും തളരാതെ വഴി കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും. പൊതുവെ മിതഭാഷികളായിരിക്കും. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീട് ഭരിക്കാൻ മിടുക്കികളായിരിക്കും. ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലി ഇവർക്കുണ്ടാകും. കലകളിൽ താൽപ്പര്യം കൂടുതലായിരിക്കും. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം. അക്കൗണ്ടിംഗ്, അധ്യാപനം, സാഹിത്യം, ജ്വല്ലറി ബിസിനസ്, IT മേഖല എന്നിവ ഇവർക്ക് അനുയോജ്യമാണ്. കൈകൾ കൊണ്ട് ചെയ്യുന്ന ഏത് ജോലിയും, ഉദാഹരണത്തിന് ശില്പകല, സർജറി, പെയിന്റിംഗ് എന്നിവയെല്ലാം ഇവർക്ക് വഴങ്ങും. പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ വലിയ സമ്പന്നരായി മാറാറുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ അത്തച്ചമയം ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയം ഓണത്തിന്റെ വരവറിയിക്കുന്ന വലിയൊരാഘോഷമാണ്. രാജഭരണകാലത്ത് രാജാവിന്റെ പ്രൗഢി വിളച്ചോതുന്ന ചടങ്ങായിരുന്നു ഇത്. അത്തം നക്ഷത്രത്തിന് രാജകീയതയുമായിട്ടുള്ള ബന്ധം ഇതിൽ നിന്ന് വ്യക്തമാണ്. ദിവസവും രാവിലെ സൂര്യന് അഭിമുഖമായി നിന്ന് ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഇവർക്ക് മാനസികമായ കരുത്ത് നൽകും. ബുധനാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ബുധന്റെയും ചന്ദ്രന്റെയും അനുഗ്രഹം നേടാൻ സഹായിക്കും. അർഹരായവർക്ക് പണം നൽകുന്നതിനേക്കാൾ തന്റെ അറിവോ അധ്വാനമോ ഉപയോഗിച്ച് സഹായിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വലിയ ഐശ്വര്യം നൽകും. മറ്റെല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും അത്തത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ അനുകൂലതയാണ്. ഒരു കല്ലിനെ ശിലയാക്കി മാറ്റുന്ന ശില്പിയെപ്പോലെ ഏത് മോശം സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അത്തം നക്ഷത്രക്കാരന് കഴിയും. ഇവർക്ക് പരാജയങ്ങൾ കുറവായിരിക്കും. കാരണം പരാജയപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇവർ ബുദ്ധിപൂർവ്വം പിന്മാറും. ഇവർ ഒരു കാര്യത്തിലും അമിതമായി വൈകാരികമായി ഇടപെടാറില്ല. എപ്പോഴും ഒരു ഒബ്സർവേഷൻ മോഡ് ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. ചുറ്റുമുള്ളവരെ നിരീക്ഷിച്ചും പഠിച്ചും ഇവർ മുന്നേറുന്നു. നക്ഷത്രങ്ങളിലൂടെയുള്ള ഈ യാത്ര അത്തം നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കും ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കും വെളിച്ചം വീശുമ്പോൾ നാം തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട്. അത്തം വെറുമൊരു ജന്മനക്ഷത്രമല്ല, മറിച്ച് കർമ്മവും ബുദ്ധിയും വികാരങ്ങളും ലയിച്ചു ചേരുന്ന ഒരു ജീവിത ദർശനമാണ്. ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ വിടർത്തിയ കൈപ്പത്തിയുടെ ആകൃതിയിൽ നിലകൊള്ളുന്ന അത്തം ഓരോ മനുഷ്യനും സ്വന്തം വിധി തൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ് എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ചന്ദ്രന്റെ മനസ്സാന്നിധ്യവും ബുധന്റെ തീക്ഷ്ണമായ ബുദ്ധിശക്തിയും ഒത്തുചേരുമ്പോൾ അത്തം നക്ഷത്രക്കാരൻ ലോകത്തിനു മുൻപിൽ അജേയനായി മാറുന്നു. തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാനല്ല, മറിച്ച് തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റാനാണ് പ്രകൃതി ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ സ്വർണ്ണക്കൈകൾ തൊടുന്നിടത്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഭഗവാനിൽ വിശ്വസിക്കുക, കർമ്മം ചെയ്യുക, വിജയം നിങ്ങളെ തേടിയെത്തും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായെങ്കിൽ കമന്റ് ബോക്സിൽ ഓം സൂര്യദേവായ നമഃ എന്ന് കുറിക്കൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കൂ.